പ്രിയ സഹൃദയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. ഞാൻ മുരളി ബമ്മണൂർ. ഇന്നത്തെ ഖണ്ഡം വളരെ വ്യത്യസ്തമായ ഒരാലോചനാ വിഷയമാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് അറിയപ്പെടാതിരിക്കത്തക്കവണ്ണം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടു. ഭാരതത്തിൻ്റെ തനതായ സാംസ്കാരിക മൂല്യങ്ങളെ ഉൾക്കൊള്ളാതെ കൊണ്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കാര രീതികൾ നടപ്പിലാക്കും. ദ ഗ്രേറ്റ് അലക്സാണ്ടർ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് നാം പഠിച്ചതാണ്, നമ്മെ പഠിപ്പിച്ചതാണ്. ആരാണ് ഈ മഹാൻ? ഭാരതത്തെ ആക്രമിച്ച ഒരു കൊള്ളക്കാരൻ. അവനെയാണ് ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് നമ്മളെ പഠിപ്പിച്ചത്. ഇദ്ദേഹത്തെ തോൽപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ചന്ദ്രഗുപ്ത മൗര്യൻ. ആ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ധീരവീര പരാക്രമങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ എന്തായിരുന്നു എന്ന് നമ്മളിന്ന് തിരിഞ്ഞു നോക്കേണ്ട ഗതികേടിലായിരിക്കുന്നു. ദ ഗ്രേറ്റ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് നമ്മളെ ആരും പഠിപ്പിച്ചില്ല. സെല്യൂക്കസ് എന്ന ലോകം കണ്ട ശക്തനായ രാജാവിനെ തോൽപ്പിച്ചോടിച്ച ചന്ദ്രഗുപ്തനെ നമ്മൾക്കറിയില്ല. ഹർഷനെ നമ്മൾക്കറിയില്ല. ചാണക്യനെ, ശുശ്രുതനെ, ചരകനെ, കപിലനെ, വിക്രമാദിത്യനെ, ശാലിവാഹനനെ, സമുദ്രഗുപ്തനെ, പുഷ്യമിത്രനെ, ഭാസ്കരാചാര്യനെ, ആര്യഭട്ടനെ ഇല്ല, നമ്മൾക്കറിയില്ല. അരുന്ധതിയെ, അനസൂയയെ, സാവിത്രിയെ, സീതയെ, ദ്രൗപദിയെ, കർണകിയെ, ഗാർഗിയെ, അഹല്യയെ, മീരാഭായിയെ, നിവേദിതയെ, ദുർഗാവതിയെ, ലക്ഷ്മിഭായിയെ, റാണി ചന്നമ്മയെ, രുദ്രാംബയെ എന്നീ മാതൃദേവതകളെ അറിയാമോ? ഇല്ല, നമ്മെ പഠിപ്പിച്ചില്ല. മാർക്കണ്ഡേയനെയും ഹരിശ്ചന്ദ്രനെയും പ്രഹ്ലാദനെയും നാരദനെയും ധ്രുവനെയും ജനകനെയും വ്യാസനെയും വസിഷ്ഠനെയും ശുകനെയും ദദീചിയെയും വിശ്വകർമാവിനെയും പൃഥുവിനെയും വാൽമീകിയെയും ഭരതനെയും ഏകലവ്യനെയും മനുവിനെയും ധന്വന്തരിയെയും ശിബിയെയും എന്നീ പരാക്രമികളായ സ്നേഹമയികളായ ആളുകളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചോ? ഇല്ല. പാണിനി, പതഞ്ജലി, ശങ്കരൻ, മാധ്വൻ, രാമാനുജൻ, വല്ലഭാചാര്യൻ, തിരുവള്ളുവർ, കബീർ, ഗുരുനാനാക്ക്, മാധവാചാര്യർ, തുക്കാറാം, രാമദാസൻ, ബിരസാമുണ്ട, സഹാജാനന്ദ, രാമാനന്ദ, തഥൂലേലാൽ എന്നിവരെക്കുറിച്ച് എന്തെങ്കിലും നമുക്കറിയുമോ? ഇല്ല, നമ്മെ പഠിപ്പിച്ചില്ല. പൃഥ്വിരാജിനെ അറിയാമോ? അറിയാം, സിനിമാ നടനെ. മറ്റ് പൃഥ്വിരാജിനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? അതെ, അനവധി തവണ മുഹമ്മദ് ഘോറിയെ തോൽപ്പിച്ചു തുന്നം പാടിച്ചോടിച്ച പൃഥ്വിരാജ് ചൗഹാനെ നമുക്കറിയില്ല. ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന മുഹമ്മദ് ഘോറിയെ അറിയാം. അയാളെ 18 തവണയാണ് യുദ്ധ നിയമം നോക്കാതെ മാപ്പ് നൽകി വെറുതെ വിട്ടത് പൃഥ്വിരാജ് ചൗഹാൻ. ആ ചൗഹാനെ നമുക്കറിയില്ല. 19-ാം തവണ തൻ്റെ യുദ്ധത്തിൽ ചതിയിലൂടെ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് കണ്ണു ചൂഴ്ന്ന് വധിച്ച മുഹമ്മദ് ഘോറിയെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു 1947 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ നാടിനെ ആക്രമിച്ച കൊള്ളക്കാരായ ഇസ്ലാമിക ഭരണാധികാരികളായിരുന്ന അക്ബറും ബാബറും ഹുമയൂണും ഷാജഹാനും ഒക്കെ മഹാന്മാരാണെന്ന് നാം പഠിപ്പിച്ചു. നമ്മളുടെ സനാതന ധർമ്മ സംസ്കാരത്തെ പിന്തുടരണമെങ്കിൽ അവർക്ക് ജസിയ കൊടുക്കണം എന്ന നിയമം നാം സ്വീകരിക്കേണ്ടി വന്നു. അവരുടെ ഭരണകാലത്തിൽ അവരെ മഹാന്മാരെന്ന് നാം വാഴ്ത്തി. റാണാ പ്രതാപനും വീരശിവാജിയും വീരപഴശ്ശിയുമൊക്കെ വെറും കലാപകാരികൾ മാത്രമായ നാട്ടുരാജാക്കന്മാരാണെന്ന് പലരാലും നമ്മെ പഠിപ്പിച്ചു. ഇതായിരുന്നു നമ്മെ പഠിപ്പിച്ച ചരിത്രം. പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ഹിന്ദുത്വമാണെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ 10 തലമുറ മുൻപ് നിങ്ങളുടെ പൂർവികർ ഹൈന്ദവരായിരുന്നു. അല്ലാതെ ഒരു ഇസ്ലാമിക രാജ്യത്തിൽ നിന്നും ഇവിടെ വന്ന് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയ ആളുകളുടെ തലമുറയല്ല നിങ്ങളെന്ന് ഓർക്കുന്നത് നന്ന്. വിദ്യാഭ്യാസ രീതിയും ചരിത്രവും മാറ്റി എഴുതപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
വസ്തുനിഷ്ഠമായ ചരിത്രം സാഹിത്യ ചരിത്രമായാലും പറഞ്ഞു പ്രചരിപ്പിക്കപ്പെട്ട ഐതിഹ്യങ്ങളായാലും മാറ്റിയെഴുതേണ്ട സമയം ശരിയായ സത്യസന്ധമായ വസ്തുതകളെ നിഷ്പക്ഷമായി പരിശോധിച്ച് അവതരിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമസ്തേ.